ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് പാലട പ്രഥമൻ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇതാണ് അതിൻ്റെ പാകം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന അടപ്രഥമന പായസമാണ്. എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി, ഒരു 3/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. 1.5-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി കട്ട കുറച്ച് പൊടിയൊന്ന് ഇതാക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു ദോശമാവിനെക്കാട്ട് ഇത്തിരി ലൂസിലാക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കരിയും കട്ടയൊന്നും പാടില്ല. ഇപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ മാവ് ഒഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതി. ചുറ്റിക്കാം. സ്റ്റൗ കത്തിക്കാം. ഇത് ആവിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് ഇനി കഷ്ണമായിട്ട് നുറുക്കാം. ഈ അട മുറിച്ച് വെച്ച അട പച്ചവെള്ളത്തിലൊന്ന് കഴുകും. ഇതിൻ്റെ ആ പച്ചപ്പ് മാറാൻ വേണ്ടി. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് വാരി പായസത്തിലേക്ക് ഇടാം. പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട് ഇടാം. സ്റ്റൗ കത്തിക്കാം. കാരമലൈസ് ചെയ്ത് കളറ് മാറണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് അട ചേർക്കാം. വാട്ടി വെച്ച പച്ചവെള്ളത്തിൽ നന്നായി കഴുകി വാട്ടി വെക്കാം. ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാലൊഴിക്കാം. നന്നായി ഇളക്കി കൊടുക്കാം.
ഇതൊരു 3/4 മണിക്കൂറോളം വറ്റിക്കണം. കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് സിമ്മിട്ടിട്ട് വറ്റിക്കണം. വെയിറ്റ് ഇടണ്ട. ഇതൊരു 3/4 മണിക്കൂറോളം, ഒരു 45 മിനിറ്റോളം സിമ്മിട്ടിട്ട് അത് വേവിക്കണം. കുക്കറിൽ കിടന്ന് വേകണം. ഇതാണ് അടപ്രഥമൻ്റെ പാകം. 10-20 മിനിറ്റ് മൂടിയിട്ടിട്ട് സിമ്മിട്ട് വേവിക്കണം. മൂടി വെച്ച് വെയിറ്റ് ഇടാതെ. അതിനുശേഷം മൂടി തുറന്ന് സിമ്മിട്ടിട്ട് 20 മിനിറ്റും കൂടി വയ്ക്കുക. അപ്പം അത് ഈ പരുവത്തിലാവും. പാലിൽ കിടന്ന് ഇങ്ങനെ വറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിപിടി. ഇങ്ങനെ ഇളക്കി ഇതേപ്പം ഇത് പാല് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഓഫ് ചെയ്യാം. പാലടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക.